Good morning, my dear students. Today we are discussing about the topic IP version 4 notation, address notations. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് IP വേർഷൻ 4 എന്ന് പറഞ്ഞു. 32 ബിറ്റ് ഉള്ള ഒരു അഡ്രസ്സ് ആയിരിക്കും IP വേർഷൻ 4 അല്ലേ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്രസ് ഫോമാറ്റിൽ 4 ഒക്ടറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒക്ടറ്റിലേക്ക് നമ്മൾ ബൈനറി ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ നൊട്ടേഷനാണ്, അത് ഓൾറെഡി അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എനിവേ, ദർ ആർ 2 പ്രിവലൻറ്റ് നൊട്ടേഷൻസ് ടു ഷോ ആൻ IP വേർഷൻ 4 അഡ്രസ്: ബൈനറി നൊട്ടേഷൻസ് ആൻഡ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡോട്ടഡ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻസ് എന്ന് വെച്ചാൽ എന്താ? 66.135.2.1 അതൊരു ഡോട്ടഡ് ഡെസിമലാണ് അല്ലേ. ഇനി ഇതിനെ എങ്ങനെയാണ് ബൈനറിലേക്ക് മാറ്റുക നമ്മൾ കണ്ടു അല്ലേ. ആ 2 ടൈപ്പ് നൊട്ടേഷൻസ് ആണ് ഇവിടെ ഉള്ളത്, ബൈനറി നൊട്ടേഷനും ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻസും. ഇൻ ബൈനറി നൊട്ടേഷൻസ് ഇത് IP വേർഷൻ 4 അഡ്രസ് ഈസ് ഡിസ്പ്ലേഡ് ആസ് 32 ബിറ്റ് ആയിട്ടായിരിക്കും IP വേർഷൻ 4 ഡിസ്പ്ലേ ചെയ്യുന്നത്. Each octet is often referred to as a byte, so it is common to hear an IP version 4 address referred to as 32-bit address or a 4-byte address. 4-byte address ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. The following is an example for an IP version 4 address in binary notations. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇത്. ഇവിടെ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഡോട്ടഡ് ഡെസിമൽ ആയിട്ടുള്ള ഒരു IP അഡ്രസ്സാണ് 66.94.29.13 എന്നുള്ളത്. ഇത് 4 ബൈറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 1 2 4 8 16 32 64 128 എന്ന് പറയുന്നത് എന്തായിരുന്നു? 2വിൻ്റെ പവർ. ഒക്ടറ്റ് റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് 0 to 7 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഒക്ടറ്റ് റെപ്രസെൻറ്റേഷനിൽ കൺസിഡർ ചെയ്യുക. സോ 2⁻0 മുതൽ 2⁻7 എന്ന് പറയുന്ന 2വിൻ്റെ പവർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് 66 എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം? 64 + 2 ആണ് 66 എന്ന് പറയുന്നത്. അപ്പോൾ 64 ബിറ്റിൻ്റെ താഴെ 1 എന്നും 2 എന്ന് പറയുന്ന ബിറ്റിൻ്റെ താഴെ 1 റെപ്രസെൻറ്റ് ചെയ്തു കിട്ടി. ബാക്കിയുള്ള ബിറ്റ്സിന്, റിമൈനിങ് ബിറ്റ്സിന് എന്തെന്ന് കൊടുക്കണം? 0 എന്നും കൊടുക്കണം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. അതൊരു ബൈനറിയിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് ബൈനറി നൊട്ടേഷൻ എന്ന് പറയുന്നതും ദെൻ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻസ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോകാം. IP version 4 addresses. Okay, an IP version 4 address is a 32-bit address that uniquely and universally defines the connection of a device, for example a computer or a router, to the internet. എന്തിനാണ് ഈ IP അഡ്രസ്സ് യൂസ് ചെയ്യുന്ന? ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സാണ്. അത് യുണീക്ക് അഡ്രസ്സാണെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും? ഈ നെറ്റ്വർക്ക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഡിവൈസിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. IP version 4 address are unique. They are unique in the sense that each address defines one and only one connection to the internet. അപ്പം ഒരുപാട് ഡിവൈസുകൾ നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓരോ ഡിവൈസിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ പേര് തന്നെ ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് എങ്ങനെ? നെയിം വെച്ചാകാം, രജിസ്റ്റർ നമ്പർ വെച്ചാകാം അല്ലേ. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആയിട്ടായിരിക്കും. ഓരോ സ്റ്റുഡൻസിനും ഓരോ രജിസ്റ്റർ നമ്പർ ആയിരിക്കും വരിക, റിപ്പീറ്റേഷൻ അവിടെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ കേസിലും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിനെയെല്ലാം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ IP അഡ്രസ്സ് വെച്ചായിരിക്കും. 2 devices on the internet can never have the same address at the same time. The IP version 4 address are universal in the sense that the addressing system must be accepted by any host that want to be connected to the internet. എന്തിനായിരിക്കും ഈ IP version 4 അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്? IP version 4 address are universal in the sense that addressing system must be accepted by any host that want to be connected to the internet. ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാണ് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ ഡിവൈസിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനനുസരിച്ച് പാക്കറ്റ് ഫോർമേഷൻ, ട്രാൻസ്മിഷൻസ് നടത്തണം വേണ്ടേ. അപ്പം ഒരുപാട് സിസ്റ്റമുണ്ട്. ഏത് സിസ്റ്റവുമായിട്ടാണ് പാക്കറ്റ് ട്രാൻസ്മിഷൻസ് നടത്തേണ്ടത് അല്ലെങ്കിൽ ഫ്രെയിം ട്രാൻസ്മിഷൻസ് നടത്തേണ്ടത് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വിത്ത് ദി help of this IP address. ഇനി അതിൻ്റെ അഡ്രസ്സിംഗ് ആണ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ്. IP version 4 addressing at its inceptions use the concept of classes. This architecture is called classful addressing. IP version 4 addressingന് നമ്മൾ പറയുന്ന പേരാണ് classful addressing എന്ന് പറയുന്നു. ഇനി classful addressing, address space is divided into 5 classes. ഇവിടെ നമ്മൾ 5 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. A, B, C, D and E. We can find the class of an address when given the address in ബൈനറി നോട്ടേഷൻസ് ഓർ ഡോട്ടഡ് ഡെസിമൽ നോട്ടേഷൻസ്. നമ്മൾ പഠിച്ചു IP version 4ൻ്റെ നോട്ടേഷൻസ് 2 ടൈപ്പ് ഉണ്ട്, ബൈനറി നോട്ടേഷനും ഡോട്ടഡ് നോട്ടേഷൻസും. ഇനി എങ്ങനെയാണ് ഏത് ക്ലാസ്സിലുള്ള അഡ്രസ്സാണ് വന്നിരിക്കുന്നതെന്ന് എങ്ങനെയാണ്
ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എ ക്ലാസ് ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ബൈനറി നൊട്ടേഷൻസിൻ്റെ വാല്യൂസ് നോക്കിയാണ്, അഡ്രസ്സിൻ്റെ വാല്യൂസ് നോക്കിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇതിന് ഓരോന്നിനും സ്പെസിഫൈഡ് റേഞ്ച് ആയിരിക്കും നമ്മളിവിടെ പറയുക. വിത്തിൻ ദാറ്റ് റേഞ്ചിൽ വന്നിട്ട് ഇപ്പോൾ 0 റേഞ്ചിൽ വന്ന് 0 ആണ് സ്റ്റാർട്ടിങ് ഇനിഷ്യൽ വാല്യൂ. അതായത് 4 ഒക്ടറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ MSB ബിറ്റിൽ കിടക്കുന്ന ബിറ്റ് കൺസിഡർ ചെയ്യും. ആദ്യത്തെ ബിറ്റ് അതായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ബിറ്റ് 0 ആണെങ്കിൽ അത് എ ക്ലാസ് എന്നും, ദെൻ ബി ആണെങ്കിൽ, അങ്ങനെ നമ്മൾ ഓരോ റേഞ്ചാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബൈറ്റ്, സെക്കൻഡ് ബൈറ്റ്, തേർഡ് ബൈറ്റ്, ഫോർത്ത് ബൈറ്റ്. നമുക്ക് 4 ബൈറ്റുകളാണുള്ളതെന്ന് അറിയാമല്ലോ. ഫസ്റ്റ് ബൈറ്റ് ഇന്ന റേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ് എ, ദെൻ ക്ലാസ് ബി, അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. If the address is given in binary notation, first few bits can immediately tell us the class of the address. If the address is given in decimal dotted notation, the first byte define the class. Both methods are shown in. അപ്പോൾ നമ്മൾ 2 റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ബൈനറി നൊട്ടേഷനും ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനും ഉണ്ട്. അപ്പോൾ ബൈനറി തന്നിരിക്കുന്ന ഒരു വാല്യൂ, അതിൽ ആദ്യത്തെ ബൈറ്റ്, ഫസ്റ്റ് ബൈറ്റ്, സെക്കൻഡ് ബൈറ്റ്, തേർഡ് ബൈറ്റ്, ഫോർത്ത് ബൈറ്റ്, 4 ബൈറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബൈറ്റ് ബൈനറി നൊട്ടേഷനിൽ ആദ്യത്തെ ഫസ്റ്റ് ബൈറ്റ് 0 വരുന്നതെങ്കിൽ അത് ഏത് ക്ലാസ്സാണ്? ക്ലാസ് എ ആയിരിക്കും. ദെൻ ഫസ്റ്റ് ബൈറ്റ് 10 ആണെങ്കിൽ ക്ലാസ് ബിയും, ദെൻ 110 ആണെങ്കിൽ ക്ലാസ് സിയും, 1110 ആണെങ്കിൽ ക്ലാസ് ഡിയും, 1111 ആണെങ്കിൽ ക്ലാസ് ഇ ആയിരിക്കും ബൈനറി നൊട്ടേഷനിൽ. ഓക്കെ, ദെൻ ഇവിടെ കേസിൽ ഫസ്റ്റ് ബൈറ്റ്, അതായത് ഡോട്ടഡ് ഡെസിമലിൻ്റെ കേസിൽ ആദ്യത്തെ ബൈറ്റിൻ്റെ റേഞ്ച് 0 to 127 ആണെങ്കിൽ, അതായത് ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ് 66.37.88.99. അപ്പോൾ ഈ 66 ഏത് റേഞ്ചിലാണ് വരുന്നത്? 0 മുതൽ 127, ബിറ്റ്വീൻ 0 and 127 ആണല്ലോ. സോ ഏത് ക്ലാസ്സിലുള്ള അഡ്രസ്സ് ആയിരിക്കും അത്? ക്ലാസ് എയിലുള്ള അഡ്രസ്സ് ആയിരിക്കും. ദെൻ ക്ലാസ് ബിയുടെ റേഞ്ച് 128 to 199, ക്ലാസ് സി 198 to between 223, class D between 224 and 239, class C between 214 to 255. അപ്പോൾ ഇതാണ് റേഞ്ച്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഡോട്ടഡ് ബൈനറി നൊട്ടേഷനിലും ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യണം, അതേപോലെ തന്നെ ഡോട്ടഡ് ഡെസിമലിലും ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കാം, ഫൈൻഡ് ദി ക്ലാസ് ഓഫ് ഈച്ച് അഡ്രസ്സ്. ഇവിടെ ഒരു സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 0000000 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ എ എന്ന് പറയുന്ന എ സൊല്യൂഷൻ പ്രോബ്ലം നോക്കുക. അതിൽ നമ്മൾ ബൈനറി നൊട്ടേഷൻ ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്, അത് മനസ്സിലായല്ലോ. മറ്റേത് സിയും ഡിയും ഡോട്ടഡ് ഡെസിമലും, എയും ബിയും ബൈനറി നൊട്ടേഷനുമാണ്. അപ്പോൾ ഇനി നോക്കുക, ആദ്യത്തെ ബൈറ്റ് ഏതാണ്? 0 ആണ് തന്നിരിക്കുന്നത്. ദി ഫസ്റ്റ് ബിറ്റ് ഈസ് 0, ദി ക്ലാസ് ഈസ് എ അഡ്രസ്, അതായത് 00000001 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബൈറ്റ് ഏതാണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് ക്ലാസ് എ. ദെൻ 11000001 എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ബിറ്റാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 2 ബിറ്റ് ആർ 1 ആയതുകൊണ്ട് ഏത് ബിറ്റായിരിക്കും? ഫസ്റ്റ് 2 ബിറ്റ് 1ഉം ദെൻ തേർഡ് ബിറ്റും 0 ആയിരിക്കും. സോ ദിസ് ഈസ് എ ക്ലാസ് സി അഡ്രസ് ആണോ നോക്കാം. ഇവിടെ നോക്കുക, ക്ലാസ് സിയുടെ സിമ്പിൾ എങ്ങനെയാണ്? 110 ആണോ നോക്കിക്കേ, 110 ആണല്ലോ. സോ ഇറ്റ് ഈസ് ക്ലാസ് സി അഡ്രസ്. അടുത്ത് നോക്കിക്കേ, 14.23.120.8. 14 എന്ന് പറയുന്നത് ഏതിൻ്റെ റേഞ്ചാണ്? ബിറ്റ്വീൻ 0 and 127. സോ ഇറ്റ് ഈസ് ഏത് ക്ലാസ്സാണ്? ക്ലാസ് എ അഡ്രസ് ആയിരിക്കും. ദെൻ 152.5.15.111 നോക്കാം, 155 ആണ് വന്നിരിക്കുന്നത്. 252 ആണ് വന്നിരിക്കുന്നത്. ഏതിന് റേഞ്ചിന് ഇടയ്ക്കാണ് വരിക? 252 എന്ന് പറയുന്നത് ക്ലാസ് ഇ അഡ്രസ്സ് അല്ലേ? 252 എന്ന് പറയുന്നത് ക്ലാസ് ഇ അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ. 5 ടൈപ്പ് ഉണ്ട്, എ ബി സി ഡി ആൻഡ് ഇ. ബൈനറിയിലും അതുപോലെ തന്നെ ഡോട്ടഡ് ഡെസിമലിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അഡ്രസ്സാണ് ക്ലാസസ് ആൻഡ് ബ്ലോക്സുകൾ. One problem with classful addressing is that each class is divided into fixed number of blocks, with each block having fixed size shown in 3.5 table 3.1. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഈ ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിനെ ഫിക്സഡ് നമ്പർ ഓഫ് ബ്ലോക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്കിലും ഫിക്സഡ് സൈസുകളുണ്ട് അല്ലേ? ഇപ്പോൾ 4 ബൈറ്റുകളാണുള്ളത്. ആദ്യത്തെ ബൈറ്റിൻ്റെ സൈസ്, അതായത് ഡോട്ടഡ് ഡെസിമലിലും 0 മുതൽ 127 റേഞ്ച് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫിക്സഡ് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനും ഫിക്സഡ് സൈസും ആയിരിക്കും ഉള്ളത്. ക്ലാസ് എ അഡ്രസ് വെയർ ഡിസൈൻ ഫോർ ലാർജ് ഓർഗനൈസേഷൻ. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ക്ലാസ് എ ബി സി ഡി ആൻഡ് ഇ
ഉണ്ട് പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞു. ഇനി ഓരോ ക്ലാസ്സും എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസ് എ അഡ്രസ് വെയർ ഡിഫൈൻ ഫോർ ലാർജ് ഓർഗനൈസേഷൻ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് അറ്റാച്ച്ഡ് ഹോസ്റ്റ് ഓഫ് റൗട്ടേഴ്സ്. അതായത് ഒരു വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് ഹോസ്റ്റുകളും റൗട്ടേഴ്സുകളും ഒക്കെ ഉണ്ടാകും അല്ലേ, ലാർജ് നമ്പർ ഓഫ് ഡിവൈസുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഡിവൈസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ് ക്ലാസ് എ അഡ്രസ്സ്. അതായത് അവരുടെ ഫസ്റ്റ് ബൈറ്റ് എവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? 0 സ്റ്റാർട്ട് ചെയ്യുക, ബൈനറി നൊട്ടേഷൻ ആണെങ്കിൽ. അതേപോലെ ഡോട്ടഡ് ഡെസിമൽ ആയിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയായിരിക്കും? ബിറ്റ്വീൻ 0ക്കും 127നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ ലാർജ് ഓർഗനൈസേഷൻ്റെ കേസിലൊക്കെ ഈ ക്ലാസ് എ അഡ്രസ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ക്ലാസ് ബി അഡ്രസ് വെയർ ഡിസൈൻ ഫോർ മിഡ് സൈസ് ഓർഗനൈസേഷൻസ് വിത്ത് ടെൻസ് ഓഫ് തൗസൻഡ് ഓഫ് അറ്റാച്ച്ഡ് ഹോസ്റ്റ് ഓഫ് റൗട്ടേഴ്സ്. ക്ലാസ് ബി അതിനേക്കാളും കുറച്ചുകൂടെ മിഡിൽ സൈസ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലായിരിക്കും ക്ലാസ് ബി യൂസ് ചെയ്യുക. അതിൽ സ്മോൾ നമ്പർ ഓഫ്, അതായത് ഒരു 10 of thousands ഓഫ് അറ്റാച്ച്ഡ് ഹോസ്റ്റ് റൗട്ടേഴ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള മിഡിൽ സൈസ് ഓർഗനൈസേഷനിലായിരിക്കും ക്ലാസ് ബി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയായിരിക്കും? ഡോട്ടഡ് ഡെസിമൽ ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും? 10 സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫസ്റ്റ് ബൈറ്റ് ബൈനറി നൊട്ടേഷനിലാണെങ്കിൽ 10ലും ഡോട്ടഡ് ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് 128നും 191നും ഇടയിലായിരിക്കും കാണുക. അടുത്തത് ക്ലാസ് സി അഡ്രസ് വെയർ ഡിസൈൻ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ വിത്ത് എ സ്മോൾ നമ്പർ ഓഫ് അറ്റാച്ച്ഡ് ഹോസ്റ്റ് ഓഫ് റൗട്ടേഴ്സ്. അപ്പോൾ ക്ലാസ് എ ലാർജ് ഓർഗനൈസേഷൻ, ക്ലാസ് ബി മിഡ് സൈസ് ഓർഗനൈസേഷൻ, ക്ലാസ് സി എന്ന് പറയുന്നത് എന്തിനാണ്? സ്മോൾ ഓർഗനൈസേഷന് വേണ്ടി ആയിരിക്കും. ഇനി ക്ലാസ് ഡി അഡ്രസ് വെയർ ഡിസൈൻ ഫോർ മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ക്ലാസ് ഡി അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് സി അഡ്രസ് വെയർ റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയായിരിക്കും ക്ലാസ് സി അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് എ അഡ്രസ്സ് എന്ന് വെച്ചാൽ ലാർജ് ഓർഗനൈസേഷൻ, അതായത് സ്പൈസസ് റിലേറ്റഡ്, അതായത് നാസ, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്കൊക്കെ ആയിരിക്കും ഈ ക്ലാസ് എ അഡ്രസ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ദെൻ അതിൻ്റെ താഴെയുള്ളതാണ് ക്ലാസ് ബി, ദെൻ അതിൻ്റെയും താഴെയുള്ളതാണ് ക്ലാസ് ഡി. ക്ലാസ് സി, ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് ഡി. അതുപോലെ ക്ലാസ് സി ഫ്യൂച്ചർ യൂസിന് വേണ്ടി അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇൻ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് എ ലാർജ് പാർട്ട് ഓഫ് ദി അവൈലബിൾ അഡ്രസ് വെയർ വേസ്റ്റഡ്. അതായത് ഇങ്ങനെയുള്ള കേസിൽ ഈ ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിൽ ഈ ലാർജ് ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെർഷൻസ്. അത് മൊത്തം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ. അതേപോലെ തന്നെ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ഫിക്സ്ഡ് സൈസുമാണ്, ഫിക്സ്ഡ് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ക്ലാസ് എ അഡ്രസ്സ് പറയുന്നുണ്ട് എത്ര നമ്പർ ഓഫ് ബ്ലോക്സുകളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് 128 ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കിൻ്റെ സൈസ് 16,777,216. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് നെറ്റ് ഐ ഡി ആൻഡ് ഹോസ്റ്റ് ഐ ഡി എന്ന് പറയുന്നത്. ഇൻ ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് ഐ പി അഡ്രസ് ഇൻ ക്ലാസ് എ, ബി ഓർ സി ഈസ് ഡിവൈഡഡ് ഇൻ ടു നെറ്റ് ഐ ഡി ആൻഡ് കോസ്റ്റ് ഐ ഡി. അപ്പം ക്ലാസ് എ, ബി ആൻഡ് സി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും. ദിസ് പാർട്ട് ഓഫ് വേരിയിങ് ലെങ്ത് ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലാസ് ഓഫ് ദി അഡ്രസ്. ദി നെറ്റ് ഐ ഡി ഈസ് ഇൻ കളർ, ഇത് ഹോസ്റ്റ് ഐ ഡി ഈസ് ഇൻ വൈറ്റ്. നോട്ട് ദാറ്റ് ഇത് കോൺസെപ്റ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ക്ലാസ് ഡി ആൻഡ് ഇ. ഇൻ ക്ലാസ് എ 1 byte define the net ID and 3 byte define the host ID. In class B 2 byte define the net ID and 2 byte define the host ID. In class C 3 byte define the net ID and 1 byte define the host ID. ഇനി ഈ ക്ലാസ് എ, ബി ആൻഡ് സിയിൽ ഈ 3 ക്ലാസ്സിന് വേണ്ടി മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ക്ലാസ് എയും ബിയും സിയും ആണ് ലാർജ് ഓർഗനൈസേഷൻ, മിഡിൽ സൈസ് ഓർഗനൈസേഷൻ, സ്മോളർ ഓർഗനൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന മൾട്ടി കാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയാണ്. നോക്കുക, ഈ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ 4 byte ഉണ്ട്, ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും. ഈ നെറ്റ് ഐ ഡി എന്ന് പറയുന്നത് ആദ്യത്തെ ബൈറ്റിൻ്റെ ഫസ്റ്റ് ബൈറ്റ്, ഇപ്പോൾ ഇവിടെ കാണിക്കാം, ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നെറ്റ് ഐ ഡി. ബാക്കിയുള്ള 3 ബൈറ്റ്സുകൾ എന്താണ്? ഹോസ്റ്റ് ഐ ഡി ആണ്, നെറ്റ് ഐ ഡി ആൻഡ് ഹോസ്റ്റ് ഐ ഡി. അപ്പം ഈ ക്ലാസ് എയുടെ കേസിൽ എത്ര നെറ്റ് ഐ ഡി ആണ് നമുക്ക് ഉള്ളത്?
ഒരു 1 ബൈറ്റ് നെറ്റ് ഐ ഡി ആയിരിക്കും, ബാക്കി 3 ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ക്ലാസ് ബിയുടെ കേസിൽ ഫസ്റ്റ് ബൈറ്റിൻ്റെ 2 ഫീൽഡ്, 2 നെറ്റ് ഐ ഡി ആയിരിക്കും. ബാക്കിയുള്ള ഫീൽഡ് നോക്കുക, ഫസ്റ്റ് ബൈറ്റും സെക്കൻഡ് ബൈറ്റും നെറ്റ് ഐ ഡി ആണ്, ബാക്കി തേർഡ് ബൈറ്റും ഫോർത്ത് ബൈറ്റും ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ക്ലാസ് സിയുടെ കേസിൽ ഫസ്റ്റ് ബൈറ്റ്, സെക്കൻഡ് ബൈറ്റ്, തേർഡ് ബൈറ്റ് നെറ്റ് ഐ ഡി ആയിരിക്കും, ഫോർത്ത് ബൈറ്റ് എന്താണ്, ഹോസ്റ്റ് ഐ ഡി ആണ്. ക്ലാസ് ഡിക്കും ഇക്കും നെറ്റ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും ഉണ്ടായിരിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ക്ലാസ് ഡി മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയും ക്ലാസ് ഇ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയും റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് എയിൽ ഫസ്റ്റ് ബൈറ്റ് നെറ്റ് ഐ ഡിയും ബാക്കി റിമൈനിങ് 3 ഹോസ്റ്റ് ഐ ഡിയും, ക്ലാസ് ബിയിൽ ആദ്യത്തെ 2 ബൈറ്റ് നെറ്റ് ഐ ഡിയും ബാക്കി റിമൈനിങ് 2 ബൈറ്റ് ഹോസ്റ്റ് ഐ ഡിയും, ക്ലാസ് സിയിൽ 3 ബൈറ്റ് നെറ്റ് ഐ ഡിയും 1 ബൈറ്റ് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. നെറ്റ് ഐ ഡിനെ നമ്മൾ യെല്ലോ കളറിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് കളറിൽ ഹോസ്റ്റ് ഐ ഡിയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാസ്ക്. എന്താണ് മാസ്ക് എന്നാണ് പറയുന്നത്. Although the length of the net ID and host ID is predetermined in classful addressing, we can also use a mask, also called the default mask. A 32-bit number made of contiguous is followed by contiguous as. The mask for class A, B and C are shown in ടേബിൾ 3.2. ദി കോൺസെപ്റ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ക്ലാസ് ഡി ആൻഡ് ഇ. ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട്. മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൊട്ടേഷൻസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ക്ലാസ് എയിൽ 111111111 അങ്ങനെ 4 ബൈറ്റ് ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ മാസ്ക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബൈറ്റിൽ 255 എന്നാണ് വരുന്നത്. അതായത് ഇവിടെ ഈ 1 2 3 4 5 6 7 8 ബൈറ്റുകളാണുള്ളത്. അപ്പോൾ 2⁻0, 2⁻1, 2⁻2, 2⁻3 ഇതിനെ അതായത് 1111111 എന്നുള്ള സംഭവത്തെ ഈ ബൈനറി നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക? 2ൻ്റെ പവർ വെച്ച് ചെയ്താൽ പോരെ. അതായത് 1 × 2⁻0 പ്ലസ് 1 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് 1 × 2⁻3 പ്ലസ് 1 × 2⁻4 പ്ലസ് 1 × 2⁻5 പ്ലസ് 1 × 2⁻6 പ്ലസ് 1 × 2⁻7 പ്ലസ് 1 × 2⁻8 ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 255 ആയിരിക്കും. ബാക്കി എല്ലാം 0 ആയതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് ഡോട്ടഡ് ഡെസിമലിൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 255.0.0.0 എന്നായിരിക്കും അല്ലേ. ഇനി ഇവിടെ നോക്കുക, അടുത്തത് ക്ലാസ് ബിയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ 2 ബൈറ്റ്സ് ഫുള്ള് വണ്ണുകളാണ്. സോ മസ്റ്റായിട്ടും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 255.255.0.0 എന്നായിരിക്കും. ക്ലാസ് സിയുടെ കേസിൽ ആദ്യത്തെ 3 ബൈറ്റുകൾ ഫുൾ 1 ആണ്, ലാസ്റ്റത്തെ ബൈറ്റ് ഫുൾ 0 ആണ്. സോ നമ്മൾ ഡോട്ടഡ് ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 255.255.255.0 എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോട്ടഡ് ഡെസിമൽ കൺവേർഷൻസ്. ഇനി ഇവിടെ എന്താണ് മാസ്ക് എന്നാണ് പറയുന്നത്. മാസ്ക് ക്യാൻ ഹെൽപ്പ് അസ് ടു ഫൈൻഡ് ദി നെറ്റ് ഐ ഡി ആൻഡ് ഹോസ്റ്റ് ഐ ഡി. ഈ നെറ്റ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മാസ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി മാസ്ക് ഫോർ എ ക്ലാസ് എ അഡ്രസ് ഹാസ് 8 ones, which means the first 8 bit of any address in class A defines the net ID. Next 24 bit define the host ID. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് എയുടെ കേസിൽ ആദ്യത്തെ 8 ബിറ്റ് വൺസുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് 8 ബിറ്റ് ക്ലാസ് എയുടെ അഡ്രസ്സ് ഡിഫൈൻ ചെയ്യുന്നു, അതായത് നെറ്റ് ഐ ഡി ആയിരിക്കും. റിമൈനിങ് ഉള്ള 24 ബിറ്റ്സുകൾ എന്തായിരിക്കും? റിമൈനിങ് 24 ബിറ്റ് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ഇത് ലാസ്റ്റ് അതായത് 255.0.0.0 എന്ന് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകണം? ആദ്യത്തെ ബൈറ്റ് 8 വണ്ണുകളാണ്, അതായത് വൺസ് എന്ന് പറയുന്നത് നെറ്റ് ഐ ഡി ആണ്. ബാക്കിയുള്ള 24 ബിറ്റ്സുകളും എന്താണ്? ഹോസ്റ്റ് ഐ ഡി ആണ്. The last column of table 3.2 shows the mask in the form /n, where n can be 8, 16 or 24 in classful addressing. അതായത് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 8, 16, 24 എന്നുള്ള രീതിയിൽ. ഓക്കെ, എന്തിനാണ് n എന്ന് പറയുന്നത്? എന്താണ്? n ക്യാൻ ബി 8, 16 or 24 in classful addressing. The notation is also called / notation of classless inter-domain routing, CIDR notation. The notation is used in classless addressing. ഈ classless addressingൽ CIDR നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. classless inter-domain routing. classless inter-domain routing എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ ഇവിടെ 8, 16 അല്ലെങ്കിൽ 24 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 8, 16 ആൻഡ് 24. 8 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലാസ് എയ്ക്കും. ബി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 64. എന്താണ് ഈ 8ഉം 64ഉം 24ഉം? എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നോക്കുക, എത്ര വൺസുകളാണ് ഇവിടെ ഉള്ളത്? 8 വൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ /8.
ഓക്കെ. ദെൻ ബിയിൽ നോക്കുക എത്ര വൺസ് ഉണ്ട്, 8 + 8 16, സോ /16. സിയിൽ നോക്കുക എത്ര വൺസ് ഉണ്ട്, 8 + 8 + 8 എന്ന് വെച്ചാൽ എന്താണ്, 24. അപ്പോൾ അതാണ് CIDR നൊട്ടേഷനിൽ നമ്മൾ കാണിക്കുക. ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനും ഉണ്ട്, CIDR നൊട്ടേഷനും ഉണ്ട്. CIDR എന്ന് വെച്ചാൽ എന്താണ്, ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമൈൻ റൗട്ടിങ്. അപ്പോൾ നമുക്കൊരു IP അഡ്രസ്സ്, ഒരു ബൈനറി നൊട്ടേഷൻ കാണിച്ചിട്ട് നിങ്ങളോട് പറയുകയാണ് ഇതിനെ ഡോട്ടഡ് ഡെസിമലായിട്ടും CIDR നൊട്ടേഷനുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഡോട്ടഡ് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താണ് എളുപ്പമല്ലേ. ആദ്യത്തെ നോക്കുക എത്ര വൺസ് ഉണ്ടെന്ന് നോക്കുക. 8 ബിറ്റ് ആണെങ്കിൽ 255 ഡോട്ട്, ബാക്കിയെല്ലാം 0.0.0 കാണിക്കുക. ഇനി അതിനെ എങ്ങനെയാണ് CIDR ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എത്ര വൺസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി, എന്നിട്ട് സ്ലാഷ്. ഓക്കെ, /8 /16 /24. അടുത്തതാണ് subnetting. If an organization was granted a large block in class A or B, it could divide the address into several contiguous groups and assign each group into smaller network called subnet. Subnetting increases the number of ones in the mask. അതായത് ഒരു ലാർജ് ഓർഗനൈസേഷനിൽ ക്ലാസ് എയ്ക്കും ബിക്കുമാണ് നമ്മൾ ലാർജ് ഓർഗനൈസേഷനും ആൻഡ് മിഡിൽ സൈസ് ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസസിൽ ലാർജ് ബ്ലോക്കുകൾ ഉണ്ടാകാം അല്ലേ. ഇറ്റ് കുഡ് ഡിവൈഡ് ദി അഡ്രസ് ഇൻ ടു സെവറൽ കണ്ടിന്യൂസ്. അവരെന്താ ചെയ്യുക, സെവറൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, ആ ഓരോ ഗ്രൂപ്പിനെ ഓരോ സ്മോളർ നെറ്റ്വർക്കിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് ഓർഗനൈസേഷൻസ് അറൗണ്ട് ഒരു 1000 എന്താണ് നമ്മുടെ നെറ്റ്വർക്ക്സ് ഡിവൈസുകളുണ്ടെന്ന് വെക്കുക, റൗട്ടറാകാം എന്തായാലും ആയിക്കോട്ടെ, ഡിവൈസുകളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരിടത്തോട്ട് നമുക്ക് ഒരു റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം എന്താ ചെയ്യുക, ഇവർക്കെല്ലാം അഡ്രസ്സ് കൊടുത്തിട്ട് ഇതിനെയെല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു 100 എണ്ണമായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 100 എണ്ണം ഒരു റൗട്ടറിൽ കണക്ട് ചെയ്തു, അടുത്ത 100 വേറൊരു റൗട്ടറിൽ, എന്നിട്ട് എന്താ ഈ 10 റൗട്ടേഴ്സിനെയും കൂടെ ഒരു മെയിൻ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പറയുന്ന പേരാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് Supernetting. In supernetting, an organizations can combine several class C block to create a large range of address. In other words, several networks are combined to create a super network. An organization can apply for a set of class C block instead of just one. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞു സബ്നെറ്റ് എന്താണ്, ഒരു മെയിൻ റൗട്ടറിൻ്റെ കീഴിൽ വരുന്ന സ്മോൾ റൗട്ടർ സബ്നെറ്റ്. അപ്പോൾ എന്തായിരിക്കും സൂപ്പർനെറ്റ്, ഈ റൗട്ടേഴ്സുകളെ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ റൗട്ടർ. മനസ്സിലായോ, അതാണ് സൂപ്പർനെറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അഡ്രസ് ഡെപ്ലീഷൻസ്. ദി ഫ്ലോസ് ഇൻ ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് സ്കീം കമ്പൈൻ വിത്ത് ലാർജ് ഗ്രോത്ത് ഓഫ് ദി ഇൻ്റർനെറ്റ് ലീഡ് ടു ദി നിയർ ഡെപ്ലീഷൻസ് ഓഫ് ദി അവൈലബിൾ അഡ്രസ്. Yet the number of devices on the internet is much less than 232 address space. We can run out of class A and B address, and class C block is too smaller for most mid-size organization. One solution that has alleviated the problem is the idea of classless addressing. ഇപ്പോൾ ഈ കേസിൽ ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിന് ഒരു സ്പെസിഫൈഡ് റേഞ്ചുകൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്ര, സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്ര, ദെൻ അതിനെ അതായത് ക്ലാസ് എ ആണെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ, ക്ലാസ് ബി ആണെങ്കിൽ മിഡിൽ സൈസ്, ക്ലാസ് സി ആണെങ്കിൽ സ്മോളർ, ക്ലാസ് ഡിയും ഇയും ആണെങ്കിൽ മൾട്ടി കാസ്റ്റിങ്ങിനും ദെൻ മറ്റേത് ഫ്യൂച്ചർ യൂസിനും വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിന് അവിടെ ഒരു സ്പെസിഫൈഡ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്രയേ പറ്റുള്ളൂ അഡ്രസ് ഡിപ്ലീഷൻസിന്, ഇത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നതാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ് എന്ന് പറയുന്ന ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് ആണ് IP വേർഷൻ 4 ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങും ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങും. ക്ലാസ്ഫുൾ അഡ്രസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് A, B, C, D and E. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ക്ലാസ് A, B, C, D ആൻഡ് ഇയിലുള്ള അഡ്രസ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ കേസിൽ ഇതാണ് ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ. ബൈനറി നൊട്ടേഷൻ ആയാലും ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ ആയാലും അതുപോലെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ പഠിച്ചു എന്താണ് ക്ലാസ്സസ്, എന്താണ് ബ്ലോക്സ് എന്ന് പഠിച്ചു, നെറ്റ് ID എന്താണെന്ന് നോക്കി, ഹോസ്റ്റ് ID എന്താണെന്ന് നോക്കി, മാസ്ക് എന്താണെന്ന് നോക്കി, സബ്നെറ്റ്, സൂപ്പർനെറ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ ഡ്രോബാക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.